ഞാനിപ്പോൾ ഉള്ളത് ആസാമിലാട്ടോ. ആസാമിലൊരു പാലാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നു. പാലത്തിൻ്റെ മുകളിൽ കൂടി മാത്രം. പക്ഷെ പാലം തീരുന്നില്ല. എന്ത് പാലം എന്നാ പറയണ്ടത്? നല്ല നീളത്ത് കിടക്കുകയല്ലേ. കിലോമീറ്റേഴ്സ് ടു കിലോമീറ്റേഴ്സ്. ഹൗ മെനി കിലോമീറ്റേഴ്സ്? നല്ല വ്യൂ ആട്ടോ. 2 സൈഡിലും നല്ല അപാര വ്യൂ ആണ്. പുതിയ എന്തോ ഒരു പാലം വരുന്നുണ്ട് സെറ്റപ്പായിട്ട്. ഇതന്നെ പത്രോ നേരമായി. രണ്ട് സൈഡിലും ഗംഭീര പണിയാണ്. വലിയൊരു പുഴയാട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ. മക്കളെ, എത്രയേ ഉള്ളൂ മനുഷ്യന്മാരെ കാര്യം. അറിഞ്ഞോ അറിയാണ്ടോ ആരെങ്കിലും എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി വീട്ടിൽ പിടിപ്പിച്ചാളാ. അങ്ങനെ 4 ആൾ നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതെപ്പോഴാണ് ഏത് സമയത്താണെന്നൊന്നും ആരും പറഞ്ഞും കത്ത് എഴുതി വെച്ചൊന്നും വരാത്തൊരു കാര്യം അത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ അറിയാണ്ടോ, ഇനിയിപ്പോൾ അറിയാണ്ട് തന്നെ ചെയ്താലും പോയി വീട്ടിൽ പിടിപ്പിച്ചാളാ. അപ്പോൾ ഓക്കെ, ബൈ. നമ്മളെ നാട്ടിലെ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ മക്കൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ മക്കളാട്ടോ ഇത്. റെഡി.
ഹായ് ബച്ചേ, ഹായ് बोलो, ഹായ് ഹായ്, ഹലോ, ബൈ. ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആതിരപ്പള്ളി വായച്ചാലിലേക്കൊക്കെ പോകുന്നില്ലേ, അതേപോലെ തന്നെ ഒരുപാട് കുത്തൻ ഇറങ്ങണം കേട്ടോ. അത് അതിനെക്കാട് വൃത്തിയുള്ള വയ്യ കേട്ടോ. അത് മറ്റേ കുത്തനുള്ള സ്ലിപ്പൊക്കെ ആകാൻ ചാൻസ് ഉള്ള റൂട്ടല്ലേ. അതങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയുള്ളത് തന്നെ. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണം. ക്രാങ്സുറി വാട്ടർഫാൾസിലേക്കാട്ടോ പോകുന്നത്. കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങാണ്ടേ. പൊള്ളി വൈബുള്ള സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ വൈബ്, കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലാവരും, പൈസ ഉള്ളവനാരും ഇല്ലാത്തവനായാലും ഒക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം കണ്ടിട്ട് സലീം കുമാർ നീന്തുന്ന മാതിരി ഹൊയ് 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 എന്ന് പറഞ്ഞ് നീന്തുന്ന ടീമുണ്ട്. ഇത് താന്നു പോവില്ല, മുങ്ങിപ്പോവില്ലല്ലോ. അതിന് കുറച്ച് മലയാളികളെയൊക്കെ പരിചയപ്പെട്ടിട്ടോ അവിടെ. അടുത്തവനതാ പോകുന്ന. ഇത് കാണുമ്പോൾ സലീം കുമാറിനെ തന്നെ തോന്നി വില നീന്തലൊക്കെ കാണുമ്പോൾ. എന്നപ്പോൾ ഓക്കെ ബൈ. നമ്മളെ നാട്ടിലെ സുഖവും സൗകര്യമൊന്നും പോരാന്ന് പറഞ്ഞാൽ അലമ്പാക്കുന്ന മക്കളുണ്ടാവില്ലേ, ഓല ഇടയ്ക്കിടയ്ക്ക് ഈറ്റാ സ്ഥലത്തൂടിയൊക്കെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. നിങ്ങൾ ആടെയുള്ള മക്കൾ ചെയ്യുന്ന പണി കണ്ടങ്ങൾ ഒരു ഏറിപ്പോയൊരു 4-5 വയസ്സ് ആ മക്കളെടുക്കുന്ന പണിയാണിത്, കല്ലുടയ്ക്കുന്ന പണി. പട്ടിണിയും ഭക്ഷണത്തിനും വേണ്ടിയിട്ടായിരിക്കും പാവങ്ങൾ. ഇടയ്ക്ക് നമ്മളെ മക്കളെയൊക്കെ ഒന്ന് ഈറ്റാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് എല്ലാവരും കാണിക്കുക. എന്നപ്പോൾ ഓക്കെ ബൈ. നമ്മളെ നാട്ടിലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ മക്കളുണ്ടാവില്ലേ, ആ മക്കളെയും കൊണ്ട് ഈറ്റാ സ്ഥലത്തൊക്കെ ഒന്ന് പോവങ്ങൾ. എന്നിട്ട് ആടുള്ള മക്കൾ എന്താ ചെയ്യുന്ന, ഓല പ്രായത്തിലുള്ള മക്കൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്ത് കിട്ടിയാലും തികയാത്ത മക്കളുണ്ടാവും, വാങ്ങിക്കൊടുക്കുന്ന വാപ്പമാരും. അന്ന് ഈറ്റാ സ്ഥലങ്ങൾ പുരയിലുള്ളവരേക്ക് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് എല്ലാവരും ഒന്ന് പോയി കാണിച്ചു കൊടുക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതേ. അന്നപ്പോൾ ഓക്കെ ബൈ. വണ്ടി എന്താ വാഷ് ചെയ്യാത്തതെന്ന് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാന്ന് ഭയങ്കര കമൻറ്റ്. താറല്ലേ, അങ്ങനെ നോക്കണ്ടേ, നിങ്ങൾക്ക് വണ്ടിനോട് സ്നേഹമല്ലേ? വണ്ടിനോട് സ്നേഹം ഇല്ലായിട്ടല്ല മനുഷ്യന്മാരെ. നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്ക്. ഇവിടെ എന്ത് വാഷ് ചെയ്യാനാ? ഞാൻ നല്ലൊരു റോഡ് ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാന്ന് വിചാരിക്കുക. അവര് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞുള്ള കുന്നും മലക്കൊക്കെ ഇവർക്ക് ഇവിടെ നാഷണൽ ഹൈവേയാ. പിന്നെ ഞാനെന്തിനാ വാഷ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ യാത്ര ചെയ്യാനല്ലേ, വണ്ടിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ പോരെ. വണ്ടിൻ്റെ മൊഞ്ച് നോക്കണ്ടല്ലോ, വണ്ടിൻ്റെ മൊഞ്ച് കാണിക്കാനല്ലല്ലോ നമ്മൾ മലയും കയറി ഇങ്ങോട്ട് വന്ന് സ്ഥലം കാണാനല്ലേ. അപ്പോൾ ഓക്കെ ബൈ.
ഹലോ ഇത് ബംഗ്ലാദേശ്, ആ വെള്ളം ഉള്ളത് നമ്മളെ ഇന്ത്യ കേട്ടോ. മേഘാലയൻ്റെ ബംഗ്ലാദേശിൻ്റെ ബോർഡറാട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇല്ലാണ്ട് ഇതാ ഇത്രയും ദൂരമൊക്കെ എടുക്കുന്നൊക്കെ ബംഗ്ലാദേശ്. ഇതാണ് കേട്ടോ ബംഗ്ലാദേശ് ബോർഡർ. അതായത് തൗക്കി റിവറിൻ്റെ അപ്പുറത്തെ സൈഡ് ബംഗ്ലാദേശ് ബോർഡറാണ്. അവിടെ നമുക്ക് വെട്ടാളത്തെ പോലീസിനെയൊക്കെ കാണാം. നമുക്ക് നല്ല ഫുള്ള് എന്താ പറയുക, വെള്ളം വറ്റിയിട്ട് വരണ്ടിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം. കക്കയം ഡാമിൻ്റെ സൈഡിലൊക്കെ വെള്ളം വറ്റി വരണ്ടാവില്ലേ, അതേപോലെ തന്നെ ഒരു സ്ഥലം. ഫുള്ള് കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതേതാ സ്ഥലം എന്ന് ഗസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ ആദ്യം കണ്ടിട്ട് എനിക്കിത് തോന്നുന്നത് കാണുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. 4 ചുറ്റിനും മലകൾ. എന്താ വ്യൂ എന്നാ പറയണ്ടത്. നോക്കിയാ നീ വൈബേ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അന്നേരം ഒരു പ്രത്യേക സുഖമാണ്. അത് വണ്ടിപ്രാന്തന്മാർക്കേ പറഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് പറയുന്നത്, ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഡ്രൈവ് ഒന്നും ഒരു ഹരായിരിക്കും. കാരണം പുതിയ കാഴ്ചകൾ, പുതിയ സ്ഥലങ്ങൾ, എന്ത് രസമായിരിക്കും യാത്ര തന്നെ ചെയ്യാൻ. ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളും കൺസ്ട്രക്ഷൻ വർക്കുക. Torna porque yo estoy hundera. Tanto, pues que tanto.
നല്ല കയങ്ങൊക്കെ ഉള്ള സ്ഥലമാട്ടോ അത്. നല്ല പഴുത്ത അടക്കയൊക്കെ കണ്ടോ. 2 പെണ്ണുങ്ങൾ കുത്തിനിട്ട് അതിങ്ങനെ ശരിയാക്കിയിട്ട് ചാക്കിലേക്ക് കയറ്റുക. നല്ല നല്ല വൃത്തിയുള്ള അടക്ക. നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ നല്ല ഫിനിഷ് ഉള്ള അടക്ക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നല്ല കയങ്ങൊക്കെ ഉള്ള സ്ഥലമാട്ടോ അത്. നല്ല പഴുത്ത അടക്കയൊക്കെ കണ്ടോ. 2 പെണ്ണുങ്ങൾ കുത്തിനിട്ട് അതിങ്ങനെ ശരിയാക്കിയിട്ട് ചാക്കിലേക്ക് കയറ്റുക. നല്ല നല്ല വൃത്തിയുള്ള അടക്ക. നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ നല്ല ഫിനിഷ് ഉള്ള അടക്ക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഇതാട്ടോ ഡൗക്കി റിവർ. ഡൗക്കി റിവറിലേക്കുള്ള സ്റ്റെപ്പാണിത്. നമ്മളെ നാട്ടിൽ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഓരോരോ സ്ഥലമൊക്കെ മേഘാലയത്തിൽ നിന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇന്നെപ്പോലുള്ളവർ ചാടിയാട്ട് ഇറങ്ങും. ഇവിടേക്ക് എത്തണമെങ്കിൽ തന്നെ 150 കിലോമീറ്റർ നമ്മൾ കുന്നും മലയൊക്കെ കയറിയിട്ടാണ് വന്നത്. ഇവിടെ എത്തി നോക്കുമ്പോഴാണെങ്കിലോ ചളി കുത്തി ഒലിച്ച വെള്ളവും. പിന്നെ എന്ത് ചെയ്യാനാ, വന്നും പോയില്ലേ. 1000 ഉറുപ്പ്യ ടിക്കറ്റിന്. അതുകൊണ്ട് ഞാൻ കയറാൻ പോയില്ല. അപ്പോൾ ഓക്കെ ബൈ. Pen tôi chơi pen. ये सेंसर ऑन है. भैया एयर पूरा रेडी है. एयर रेडी है बट सेंसर ऑन करे. या विल बी आपका हाँ भूल गया. ഹലോ മക്കളെ, രാത്രിയായിട്ടോ. ഇവിടെ 4:30 ആയപ്പം തന്നെ ബാങ്ക് കൊടുത്തേക്ക് മഗ്‌രിബ്. പള്ളിയിൽ പോയില്ലെങ്കിലും ബാങ്ക് കൊടുത്താൽ നമുക്കറിയാലോ മഗ്‌രിബിൻ്റെ ആണെന്ന്. ഇപ്പം ഏകദേശം ഒരു 5 മണി ആകുമ്പോഴത്തേക്കാണ് നല്ല ഇരുട്ടാണ്. നമ്മളെ നാട്ടിൽ 8 മണീൻ്റെ ഒക്കെ ഒരു ഇരുട്ടില്ലേ, അതാട്ടോ ഇപ്പം ഇവിടെ. ആസാമിലാട്ടോ സ്ഥലം. എന്നാ ഓക്കെ ബൈ മക്കളെ. ഇവിടെ നാട്ടിലെ 8 മണീൻ്റെ ഇരുട്ടാട്ടോ ഇവിടെ ആസാമിൽ. ഇപ്പോൾ 5 മണി ആക്കിയാളുള്ളൂ. 4:30 മണിക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത്. പള്ളിയിൽ പോയില്ലെങ്കിലും ബാങ്ക് കൊടുത്താൽ നമുക്കറിയാലോ അത് ഏത് സമയത്തുള്ളതാണെന്ന്. ഞാൻ വിചാരിച്ചു ഏതോ മൊയിലാരി ഇനി ഉറക്കത്ത് നീച്ച് ബാങ്ക് കൊടുത്താന്ന്. നാടെ ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞത് മഗ്‌രിബാണെന്ന്. അപ്പോൾ ഓക്കെ ബൈ.